الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ശിരോവസ്ത്ര വിവാദം, ഹിജാബ് വീണ്ടും വിവാദമായിരിക്കുകയാണ്. മുമ്പൊക്കെ നമ്മൾ ഈ വിഷയം പറയുമ്പോൾ അത് കർണാടകയിൽ സംഭവിച്ചതും യുപിയിൽ സംഭവിച്ചതും ജാർഖണ്ഡിൽ സംഭവിച്ചതും ഗുജറാത്തിൽ നടന്നതൊക്കെയാണ് എങ്കിൽ അതൊക്കെ വിട്ട് അതിങ്ങ് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തി. നമ്മുടെ സംസ്ഥാനത്ത് എന്ന് മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ തൊട്ടടുത്ത പള്ളുരുത്തി ഏറെ ചർച്ചയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കവും ഒടുക്കവും പരിശോധന വിധേയമാക്കേണ്ടതാണ് എന്നുള്ളതാണ് ആദ്യം എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം സ്കൂള് തുറന്ന് ഏതാണ്ട് 6 മാസം പിന്നിട്ടു. ഇപ്പോൾ ഈ വിവാദം എങ്ങനെ ഉണ്ടായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ ഇപ്പൊ ഏറ്റവും അവസാനമായി മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുട്ടിയെ ആ രക്ഷിതാവ് അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ് എന്നുള്ള വിവരമാണ്. അത് ഏതായാലും ശരിയല്ല എന്നുള്ള കാര്യം
നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ സംസ്ഥാനത്തുണ്ടാകും, കലാലയങ്ങളിൽ പ്രത്യേകിച്ചു. ഇത് നടക്കാൻ പാടില്ല നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളത് പ്രത്യേകം അടിവരയിടുകയാണ്. ഒരു സ്ഥാപനത്തിൽ ഇത് നടന്നുകൂടാ. ആരതിന് മുതിർന്നാലും ശരി, അത് നുള്ളിക്കളയേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് അത്ര ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട് എല്ലാ മതവിഭാഗങ്ങളുടെയും മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുള്ള സ്കൂളുകളും കോളേജുകളും ഉള്ള ഒരു നാടാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനം വേറെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അത്രയേറെ ഓരോ മതവിശ്വാസികളുടേതുമായ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. അതിലെല്ലാ മതവിഭാഗങ്ങളുടെയും കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. അതിനൊന്നും ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണല്ലോ ഇത്. അതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ അഭിമാനത്തിനാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ നീക്കങ്ങൾ, സ്ഥാപനങ്ങളുടെ നീക്കങ്ങൾ കരിനിഴൽ വീഴ്ത്തുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു പരിധിവരെ മതസ്വാതന്ത്ര്യവും ഭരണഘടന നൽകുന്ന അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇപ്പോൾ ഈ പോക്ക് നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാനും പറ്റും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട്. പൊട്ടു തൊടുന്നവരുണ്ട്, തട്ടയിടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്, അത് മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്കെന്ത് അവകാശം? അവരെയൊക്കെ ആ പൊട്ട് മാറ്റണം, ഒരു മുസ്ലിം കുട്ടിയോട് തല മറക്കണം എന്ന് നിർദ്ദേശിക്കാൻ നമുക്കെന്ത് അവകാശം? ഒരവകാശമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് അംഗീകരിച്ചു കൊടുത്തു തന്നെ പോകണം. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു അറബിക് കോളേജ് ഉണ്ട്. ഈ അറബിക് കോളേജിൽ പൊട്ടു തൊട്ട പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഈ അറബിക് കോളേജിൽ ആ കുട്ടികൾ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉന്നതമായ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കന്യാസ്ത്രീകൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് അതേ വേഷത്തിൽ. ആ വേഷം മാറാനോ മറ്റ് പെൺകുട്ടികൾ ഇട്ടുവരുന്ന മക്കന ധരിക്കാനോ പർദ്ദ ധരിക്കാനോ ഒന്നും അവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് പറയുകയില്ല. അത് അവരുടെ അവകാശമാണ്, അത് ഇട്ടുകൊണ്ട് വരുന്നത്. ഇത്ര വിശാലമായി ചിന്തിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കയറി വരുന്നു? അതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അത്രയേറെ ഇസ്ലാമോഫോബിയ നമ്മുടെ സംസ്ഥാനത്തെയും പിടിച്ചു കുലുക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗൗരവമുള്ള വിഷയമായി നമ്മൾ എടുക്കുന്നത്, നമ്മൾ കാണേണ്ടതും. ഇവിടെ ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുണ്ട്. അവിടൊക്കെ ഈ പറയുന്ന മാതിരി മുസ്ലിം കുട്ടികൾ തട്ടമിട്ട് പഠിക്കുന്ന, പർദ്ദ ധരിച്ചുകൊണ്ട് പഠിക്കുന്ന എത്രയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ മാത്രം ഇതെങ്ങനെ പൊട്ടിമുളയ്ക്കുന്നു? അതാണ് ഞാൻ പരിശോധന വിധേയമാക്കണമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അപ്പൊ എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, 10ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ പഠിച്ചു. ഇസ്ലാമിക വേഷം ഒരു പ്രശ്നമില്ലല്ലോ. അത് കഴിഞ്ഞ് ബിരുദാനന്തര ബിരുദം വരെ അള്ളാഹു വേണ്ടി വെച്ചെടുത്തതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ്. ആ വേഷം ധരിച്ചുകൊണ്ട് തന്നെയുമല്ല, ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചതും ആ കോഴ്സ് എടുത്തതും ഈ സിറ്റിയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിമൻസ് കോളേജിലാണ്. അവിടെ ആ വേഷം ധരിച്ചു എന്ന് മാത്രമല്ല, അവളും ഒപ്പമുള്ളവരും പ്രിൻസിപ്പാളിനെ സമീപിച്ച് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലോഹർ നമസ്കരിക്കണം, വീട്ടിലെത്തുമ്പോഴേക്കും നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞപ്പോൾ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതും ക്രിസ്ത്യൻ മാനേജ്മെന്റ് തന്നെയാണ്. അപ്പൊ എന്തോ ഏതൊക്കെയോ തകരാറ് എവിടെയോ സംഭവിക്കുന്നു എന്നുള്ളതാണ് നാം ആമുഖമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അത് വളർത്താൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശിരോവസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് എന്തിനാണ് ഇസ്ലാം അത് ഒരു ഐഡന്റിറ്റിയായി, ഒരു വ്യക്തിത്വമായി അത് പഠിപ്പിച്ചു തന്നത്? അതിലേക്ക് വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു
അഹ്സാബിലെ 59-ാമത്തെ വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചകരെ, ഖുല്ലി അസ്വാജിക വ ബനാതിക, താങ്കളുടെ പത്നിമാരോടും താങ്കളുടെ പെൺമക്കളോടും വനിസായിൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽപ്പെട്ട സത്യവിശ്വാസികളായ സ്ത്രീകളോടും താങ്കൾ പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ, അവരുടെ ജിൽബാബുകൾ താഴത്തേക്ക് താഴ്ത്തിയിടണം എന്ന് അവരോട് പറയുക. എന്തിനാ അത്? ദാലിക അദ്നാ അൻ യുഅറഫ്ന വലാ യുദൈന, അവര് തിരിച്ചറിയപ്പെടാനും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാനും ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. വകാനല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് പറഞ്ഞ വചനം അവസാനിക്കാൻ. ഇവിടെ എന്തിനാണ് ഇങ്ങനൊരു വേഷം? ആ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ചിലർ ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചിലര് ആക്രോശിക്കുന്നത് പോലെ, ചിലര് പരിഹസിക്കുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിലെ ജനവിഭാഗത്തിന് ആ കാലഘട്ടത്തിനനുസരിച്ച് ഒരു വേഷമായി നിശ്ചയിച്ചതാണോ ഇത്? അതല്ലെങ്കിൽ അറേബ്യൻ മരുഭൂമിയുടെ കാലാവസ്ഥയും പ്രാദേശിക സാഹചര്യങ്ങളും അനുസരിച്ച് പരിഗണിച്ച് നടപ്പാക്കിയ വേഷമാണോ ഇത്? അക്കാലത്ത് അങ്ങനെയാണ്, അതുകൊണ്ട് ഇക്കാലത്ത് ഇങ്ങനെ എന്തിനാണെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ, വിവാഹമോചിതയായ സ്ത്രീ, അങ്ങനെയുള്ളവർ ഇദ്ദയിരിക്കുമ്പോൾ മാത്രം ശരീരത്തിടേണ്ട വേഷമാണോ ഇത്? അതുപോലെ തന്നെ നമസ്കാര വേളയിലോ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ മാത്രം എടുത്തു ധരിക്കാനുള്ള വേഷമാണോ ഇത്? അല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ കാണിക്കുന്നത് പോലെ ഉസ്താദന്മാരെ കാണുമ്പോഴും പണ്ഡിതന്മാരെ കാണുമ്പോഴും ഒരു മറക്കല്, അതിനുള്ളതാണോ ഇത്? ഇപ്പൊ അതും ഇല്ല. അത് പോട്ടെ, ഇപ്പൊ അതുമില്ല. ആരെ കണ്ടാലും ഒരു പ്രശ്നമില്ല. അത് വേറൊരു വിഷയം, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇപ്പൊ ഖുർആൻ ഇത് എന്തിനാ നിർദ്ദേശിച്ചത്? അതിൽ പറഞ്ഞ വാചകമാണ് ഇതിന്റെ ശരി. ദാലിക അദ്നാ അൻ യുഅറഫ്ന വലാ യുദൈന, സ്ത്രീക്ക് ഈ ഒരു വേഷം, മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ളത് മറക്കുക. അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി, അത് അവളെ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ അടുത്ത കാലത്ത് 1-2 സിനിമാ നടികള് പർദ്ദ ഇട്ടുകൊണ്ട് പുറത്തു വന്ന് അവരോട് ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ചാനലുകാർ, എന്താ ഈ വേഷത്തിൽ വന്നത്? ഒരു സങ്കോചവും ഇല്ലാതെ അവർ പറഞ്ഞ മറുപടി എന്താ? ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഒരു സുരക്ഷിതത്വമാണ് ഈ പർദ്ദ എന്നാ പറഞ്ഞത്. അവർക്ക് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടി അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് സുരക്ഷിതത്വമാണെന്ന് പറയാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുന്നുവെങ്കിൽ ഖുർആൻ പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. ആ സന്ദർഭത്തിൽ മാത്രമല്ല, എക്കാലത്തും സ്ത്രീക്ക് ഒരു ഉപദ്രവവും ഏൽപ്പിക്കാത്ത, അവളുടെ പിന്നെ എല്ലാവിധത്തിലുള്ള മാന്യതയും അന്തസ്സും അഭിമാനവും കാത്തു സംരക്ഷിക്കാനുള്ള വേഷമാണ് മുസ്ലിം സ്ത്രീക്ക് ഈ പറഞ്ഞ ഹിജാബ് എന്ന് പറയുന്നത്. ഹിജാബ് എന്ന് പറയുമ്പോൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ മറ്റു പല കോലങ്ങളും വരുന്നുണ്ട്. അതായത് ആകെ മറച്ചുകൊണ്ട് കണ്ണ് മാത്രം പുറത്താക്കിക്കൊണ്ട്, അത് നിക്കാബാണ്, ഹിജാബ് അല്ല. ഖുർആന്റെ ശൈലിയിൽ വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അവളിൽ നിന്ന് പ്രകടമാകുന്നത് ഒഴിച്ച്, വെളിവാകുന്നത് ഒഴിച്ച് ബാക്കി അവരുടെ സീനത്ത് വെളിവാക്കരുത്, ഭംഗി വെളിവാക്കരുത് എന്നാ ഖുർആൻ പറഞ്ഞത്. ആ ഇല്ലാ മാ ലഹറ മിൻഹാ എന്ന് പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളിൽ സഹാബികളും താബികളും ഒക്കെ ഒത്തി നിൽക്കുന്ന ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാല് മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ളത് മറയ്ക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇസ്ലാമില് പിൻബലമുള്ള കാര്യം. മറ്റത് ഓരോരുത്തർ അതവരുടെ സ്വാതന്ത്ര്യം, അതെറ്റ് നടക്കുന്നു എന്നുള്ളത്, അതിനെ ചോദ്യം ചെയ്യാനൊന്നും നമ്മളാരും പോകുന്നില്ല. പക്ഷെ ഇത്രേ ആവശ്യമുള്ളൂ. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ
അവളുടെ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കല് അഭികാമ്യമാണ്, മറക്കലാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം സ്ത്രീകൾ മറയ്ക്കുക എന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതും ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. അതിന്റെ ലക്ഷ്യം ഈ പറഞ്ഞത് തന്നെയാണ്. നേരത്തെ അതൊരു ഐഡന്റിറ്റിയാണ്. ഒരു മുസ്ലിം പെൺകുട്ടി, ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള ഐഡന്റിറ്റി വല്ലാത്ത ഒരു ഐഡന്റിറ്റിയാണ്. ആരും മോശമായ ഒരു കാര്യങ്ങളിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്താത്ത നിലയിൽ സുരക്ഷിതത്വം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ താൽക്കാലികമായ സുരക്ഷിതത്വത്തിന് വേണ്ടി അത് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്നു എന്ന് അഭിമാനപൂർവ്വം പറയുന്നത് എന്നതും കൂടി ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കുക. ഇതിന്റെ പേരിലുള്ള ഒരുപാട് പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിലൊന്നും സംശയമില്ല. ഒരുപാട് വെല്ലുവിളികൾ മതത്തിന്റെയും ആരാധനയുടെയും അനുഷ്ഠാനത്തിന്റെയും വേഷവിധാനത്തിന്റെയും എന്ന് വേണ്ട നമ്മളുടെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചും ഒരുപാട് കേൾക്കേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. അത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒക്കെ ബാധകമാണ് പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞുവല്ലോ, ദീൻ യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവൻ ഒരു കാലഘട്ടം വരുമ്പോൾ തീക്കട്ടയിൽ പിടിച്ചവനെ പോലെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്ര വിഷമമായിരിക്കുന്ന മതമനുസരിച്ച് ജീവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രയാസമായിരിക്കും. അത് ആണിനായാലും പെണ്ണിനായാലും അങ്ങനെയുള്ള ഒരു അവസ്ഥയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തന്നെയുമല്ല, ആ സന്ദർഭത്തിൽ ക്ഷമ കൈക്കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ മതം, അവൻ പഠിപ്പിച്ച ദീൻ, അവൻ നമുക്ക് കനി നൽകിയ അധ്യാപനങ്ങൾ ശരിയാവണ്ണം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാലുള്ള പ്രതിഫലത്തെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഒരു ഇസ്ലാമിക വേഷം ധരിച്ച ഒരു പെൺകുട്ടി അവൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ ഐഡന്റിറ്റി നിലനിർത്തി ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, ഇതെന്റെ ഐഡന്റിറ്റിയാണ്, എന്റെ ദീൻ എന്നോട് പറഞ്ഞതാണ്, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്, ഞാൻ ഇത് ലംഘിക്കില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആ കുട്ടി അങ്ങനെ വളർന്നു വരണം, ഈ ധാരണയോടുകൂടി വളരണം. അപ്പൊ അതൊക്കെ പറയും, അത് ഉൾക്കൊള്ളും. ആര് പറഞ്ഞാലും ശരി, ഏത് രംഗത്തെത്തിയാലും അതൊന്നും അഴിച്ചു മാറ്റാൻ തയ്യാറാവൂല. അത് അഴിച്ചു മാറ്റാൻ തയ്യാറാകാതെ ഏതൊക്കെയോ രംഗങ്ങളിലെത്തി എത്രയോ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. അതൊക്കെ കാണാതെ പോവുകയാണ് പലപ്പോഴും ഇതിനെ പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും. അപ്പൊ ആ നിലയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ വറായിക്കും അയ്യാമസ് സബ്ർ, നിങ്ങളുടെ പിന്നിൽ ഒരു കാലം വരാനിരിക്കുന്നു, അത് ഒരുപാട് ക്ഷമ കൈക്കൊള്ളേണ്ട കാലമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ലിൽ മുത്തമസ്സികി ഫീഹിന്ന ബിമാ അൻതും, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൃത്യമായി മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് അജ്റു 50 മിൻകും, നിങ്ങളിൽ നിന്ന് 50 രക്തസാക്ഷികളുടെ ഷഹീദന്മാരുടെ പ്രതിഫലം ഉണ്ടാകും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഞങ്ങളുടെ ശേഷം വരുന്ന അക്കാലത്ത് ഉണ്ടാകുന്ന രക്തസാക്ഷികളിൽ നിന്ന് 50 പേരുടേതായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇക്കാലത്ത് നിങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ 50 രക്തസാക്ഷികൾക്ക് എന്ത് പ്രതിഫലമാണോ ഉള്ളത്, ആ പ്രതിഫലം അക്കാലത്ത് പിന്നാലെ വരുന്നവർക്ക് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് പോയാൽ അവർക്ക് ഇപ്പൊ ഉള്ള 50 രക്തസാക്ഷികളുടെ തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്നാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചത്. അത്രയേറെ ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുക, ആണായാലും പെണ്ണായാലും. അതാണ് അതിന്റെ മാർഗം. പിന്നെ ജനങ്ങളുടെ കയ്യടിയോ അതിന്റെ പിന്തുണയോ നോക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കിട്ടാൻ ശ്രമിച്ചാൽ നാം അറിയാത്ത നിലയിൽ അള്ളാഹുവിന്റെ സഹായം വരും. ഇല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യടി ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി വിട്ടുകൊണ്ട് പോവുകയാണോ, അള്ളാഹു നമ്മളിലേക്ക് അങ്ങോട്ട് വിടും കാര്യം ഒന്നും എവിടെ എത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ പറഞ്ഞതായി പറഞ്ഞിരുന്നു,
ആരെങ്കിലും ജനങ്ങളുടെ കോപം ഭയപ്പെട്ടുകൊണ്ട്, ജനങ്ങളുടെ കോപം വകവെക്കാതെ അള്ളാഹുവിന്റെ തൃപ്തിയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ ജനങ്ങളിൽ നിന്നുണ്ടായേക്കാവുന്ന സർവ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അതിജയിക്കാനുള്ള സാഹചര്യവും സഹായവും അള്ളാഹു നൽകും. അതല്ല, ജനങ്ങളുടെ തൃപ്തി ലക്ഷ്യം വെക്കുകയും അള്ളാഹുവിന്റെ കോപം എന്തോ ആകട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ വക്കലഹുല്ലാഹു ഇലന്നാസ്, അത്തരം ആൾക്കാരെ അള്ളാഹു ജനങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കും. നിങ്ങൾ നോക്കിക്കോന്ന് പറയും. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് മുൻഗണന. ജനങ്ങളുടെ കയ്യടിയും സപ്പോർട്ടും പിന്തുണയും ഒന്നുമല്ല ഒരു കാര്യത്തിലും. അള്ളാഹുവിന്റെ തൃപ്തി എനിക്കിതിൽ ഉണ്ടാകുമോ? ഒരു സ്ത്രീ ചിന്തിക്കേണ്ടത് അവിടെയാണ്. അതിനെയാണ് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്കറിയാം എന്താണ് യൂണിഫോം എന്ന് പറയുന്നത്. എന്തിനാണ്? സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ യൂണിഫോമിന്റെ ഉദ്ദേശം എന്താ? അത് കുട്ടികൾക്കിടയിലെ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം ഇല്ലാതാക്കാനും കുട്ടികളിൽ ഐക്യബോധം ഊട്ടി വളർത്താനും വേണ്ടിയിട്ടാണ് ഈ യൂണിഫോമിന്റെ സംവിധാനം തന്നെ വരുന്നത്. ഇല്ലെങ്കിൽ സമ്പന്നന്മാരുടെ കുട്ടികൾ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരും, പാവപ്പെട്ടവന്റെ കുട്ടികൾ ഏറ്റവും മോശമായത് ധരിച്ചുകൊണ്ട് വരും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാ. അതിൽ നിന്ന് മാറി പിന്നെ യൂണിഫോമിറ്റിയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും ഒരേ വേഷമാകുമ്പോൾ അവിടെ അങ്ങനെയുള്ള ഒരു സങ്കുചിതത്വമോ വേർതിരിവോ അസമത്വമോ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഒരു ഐക്യബോധമായി. അതുപോലെ തന്നെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണോ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഐഡന്റിറ്റിയും അതിന്റെ അച്ചടക്കവും ഉറപ്പുവരുത്തൽ കൂടി യൂണിഫോമിന്റെ ലക്ഷ്യമാണ്. ഇപ്പൊ കുട്ടികൾക്കിടയിലുള്ള തുല്യതയാണ് യൂണിഫോമിന്റെ സന്ദേശം. എന്നാൽ തുല്യത എന്ന് പറയുന്നത് വൈവിധ്യങ്ങളെ നിഷേധിക്കുന്നതാകാൻ പാടില്ല. ഇതാണ് വിഷയം. യൂണിഫോമിറ്റിയാണ് ഒരേ വേഷം. ഇപ്പൊ ആ വേഷം ധരിച്ചുകൊണ്ട് ആ യൂണിഫോമിന്റെ കളറിന് വിയോജിക്കാത്ത ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു ശിരോവസ്ത്രം കൂടി ധരിച്ചുകൊണ്ട് ഒരു കുട്ടി വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? അപ്പൊ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തലവെക്കുന്നത്. തന്നെയുമല്ല, ഇതിനു മുന്നിട്ടിറങ്ങിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് ശിരോവസ്ത്രം ധരിക്കുന്നവരാണ്. അത് അവരുടെ അവകാശ റൈറ്റാണ്. എന്റെ അവകാശമാണെന്നുള്ള നിലയിൽ ശിരോവസ്ത്രം ധരിച്ച് ശരീരമാകെ മൂടുന്ന ഒരു സ്ത്രീയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുന്നത് നിമിത്തം മറ്റു കുട്ടികൾ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക. അതിന്റെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഈ ശിരോവസ്ത്രം ധരിച്ചാലോ പൊട്ടു തൊട്ടാലോ കൊന്തയിട്ടാലോ മൂക്കുത്തി ധരിച്ചാലോ ഒന്നും അത് യൂണിഫോമിറ്റിക്ക് എതിരാകുന്നില്ല, തുല്യതയ്ക്കെതിരാകുന്നില്ല. അത് വൈവിധ്യമാണ്. കാരണം ഈ നാടിന്റെ പാരമ്പര്യം വൈവിധ്യമാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് ഇവിടുത്തെ പാരമ്പര്യം, ഇവിടുത്തെ നിയമം, അല്ലെങ്കിൽ ഇവിടെ ഉള്ള സമ്പ്രദായം. അതിനും കൂടി മുഖവില നൽകേണ്ടതുണ്ട് ഇത്തരം രംഗങ്ങളിൽ. അത് തന്നെയുമല്ല, ഭരണഘടന അനുശാസിക്കുന്ന എത്രയോ നിർദ്ദേശങ്ങൾക്കും അനുച്ഛേദങ്ങൾക്കും എതിരാണ് ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ ഇത് എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും നിരുത്സാഹപ്പെടുത്തേണ്ട, ഒരിക്കലും വളർന്നു വരാൻ അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത്. അത് നമ്മുടെ മൗലികാവകാശത്തെ ചോദ്യം ചെയ്യലാണ്. മൗലികാവകാശത്തെ ചോദ്യം ചെയ്യല് ആർക്കും ഭൂഷണമായ കാര്യമല്ല എന്നൊക്കെ കൂടി നാം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ വേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ നിർദ്ദേശിച്ച ഈ വേഷം, സ്ത്രീകൾക്ക് ഇത്രയും സുരക്ഷിതത്വം നൽകുന്ന വേഷം വേറൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് അതിനോട് താതാത്മ്യം പ്രാപിച്ചു പോകണം എന്ന് നിർദ്ദേശിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഖുല്ലിൽ, നീ പറയുക, യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക വ ബനാതിക, താങ്കളുടെ പത്നിമാരോട്, താങ്കളുടെ പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയണം, കൽപ്പിക്കണം, ഈ രൂപത്തിലുള്ള വേഷം ധരിക്കണം. അതുപോലെ തന്നെ അവർ ധരിക്കുന്ന ശിരോവസ്ത്രം അവരുടെ മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിടണം എന്നൊക്കെ ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട് കൃത്യമായ നിലയിൽ. അതൊക്കെ സുരക്ഷിതത്വത്തിന്റെയും അങ്ങേയറ്റത്തെ
സ്ത്രീക്ക് കിട്ടേണ്ട ആദരവിന്റെയും അങ്ങേയറ്റമായിട്ടാണ് അത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിക്കോ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നതിനോ ഒരു തടസ്സവുമില്ല. കാരണം ബുദ്ധിക്കൊന്നും യാതൊരു മങ്ങലും ഏൽക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ കർണാടകയില് അക്കാദമിക രംഗത്ത് 16 സ്വർണ്ണ മെഡലുകൾ നേടിയ കുട്ടി ശിരോവസ്ത്രം ധരിച്ച പെൺകുട്ടിയാണ്, ഹിജാബ് ധരിച്ച പെൺകുട്ടിയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ, കർണാടകയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അക്കാദമിക മികവിന് 16 സ്വർണ്ണ മെഡലുകൾ. ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി, അവള് ശിരോവസ്ത്രം ഹിജാബ് ധരിച്ച കുട്ടിയാ. അതുകൊണ്ട് അവളുടെ അക്കാദമിക മികവിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ? ഇല്ല, സംഭവിക്കില്ല. അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പ് ഇവിടെ നോബൽ സമ്മാനം നേടിയ ഒരു സ്ത്രീ ഉണ്ട്, തവക്കുൽ കർമാൻ എന്നാണ് അവളുടെ പേര്. അവർ ശിരോവസ്ത്രം ധരിച്ച സ്ത്രീയായിരുന്നു. നോബൽ സമ്മാനം വാങ്ങാൻ വരുന്നത് പർദ്ദ ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവളുടെ ഇമേജിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് സ്ത്രീരത്നങ്ങൾ ഭരണരംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, വിജ്ഞാന രംഗത്തുണ്ട്, അതുപോലെ പൈലറ്റുമാരുണ്ട്, എല്ലാ രംഗങ്ങളിലും ഉണ്ട്. ഇത് ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുരോഗതിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് അതൊക്കെ. രാഷ്ട്രങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവരുണ്ട്. US-ലൊക്കെ കേവലം 1% മുസ്ലിങ്ങളുള്ളത്. അവിടൊക്കെ പർദ്ദ ധരിക്കുന്ന, ഹിജാബ് ധരിക്കുന്ന സ്ത്രീ അവിടുത്തെ പാർലമെന്റിൽ വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ദൂഷ്യം ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ, എത്രയോ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം ഒരു പെൺകുട്ടിയുടെ, ഒരു മുസ്ലിം സ്ത്രീയുടെ ഐഡന്റിറ്റി ആയി നിശ്ചയിച്ച ഈ വേഷം അത് ശരിയല്ല, അത് ധരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുന്ന ആ മനസ്സ് വായിക്കുകയും ആ മനസ്സിനെ തിരുത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒഴിവാക്കാൻ ഒരു മുസ്ലിം കുട്ടിക്ക് കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി ഇതെല്ലാം അതുമല്ല, അവിടെ ഏറ്റവും സങ്കടകരമായ കാര്യങ്ങൾ ഏറെയുണ്ട്. അവിടെ ഈ വിഷയമുണ്ടായി, മറ്റ് മുസ്ലിം രക്ഷകർത്താക്കളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാനുണ്ടായില്ല എന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ എല്ലാ പശ്ചാത്തലങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ആദ്യം ഒരു വാചകം പറഞ്ഞ അതുകൊണ്ടാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് വളരാൻ അനുവദിച്ചുകൂടാ. ഒരു കാരണവശാലും വളരാൻ അനുവദിച്ചുകൂടാ. ആ കുട്ടി അവിടെ നിന്ന് അവിടെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിന് നല്ലത്. അവിടുന്ന് മാറിപ്പോയാൽ അവർക്ക് വേറെ പോയി പഠിക്കാം, രക്ഷകർത്താക്കൾക്ക് പഠിപ്പിക്കാം, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ ഒരുപാട് ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സദസ്സിലെ ഈ കാര്യങ്ങളെ കുറിച്ച് ഗഹനമായി ചിന്തിക്കാൻ കെൽപ്പുറ്റ അഭിഭാഷകരും അതുപോലെ പലരുമുണ്ട് എന്ന് എനിക്കറിയാം. അവിടെ ശ്രദ്ധയിലേക്ക് ഇത്തരം ആളുകളെ, അവരോട് ഉത്തരവാദപ്പെട്ട ആളുകളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്കൊക്കെ ബന്ധവും അടുപ്പമൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. അത്തരം ആൾക്കാരോട് ഈ നീക്കത്തിനെതിരെ ഏറ്റവും നല്ല നിലയിലുള്ള സമീപനത്തിലൂടെ വെറുതെ ബഹളമുണ്ടാക്കി പരസ്പരം സ്നേഹിച്ചും അടുത്തും ഇടപഴകിയും ജീവിച്ചു പോകുന്ന ആൾക്കാർ തമ്മില് ഛിദ്രത ഉണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും ചില ആളുകൾക്ക് ധ്രുവീകരണം നടത്തി നേടിയെടുക്കാനുള്ള പലതും നേടാനുമുള്ള ഒരവസരമാക്കി മാറ്റാതെ ഏതൊക്കെ ശൈലിയിലൂടെ ഇതിനെ നേരിടാൻ കഴിയും, ഇതിനി ഉണ്ടാകാത്ത നിലയിൽ ആക്കി തീർക്കാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കാൻ നാം തയ്യാറാകണമെന്നാണ് ഈ വിഷയം ഉണർത്തിക്കൊണ്ട് സൂചിപ്പിക്കാറുള്ള. ചർച്ചകൾ നടക്കുന്നു, കാര്യങ്ങൾ നടക്കട്ടെ ഭംഗിയായി എന്ന് പറയാൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ കണ്ടില്ലെന്നോ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നോ വന്നുകൂടാ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം ഉണർത്തുന്നത്. അതിൽ തന്നെ ഈ പറയുന്ന വേഷത്തിൽ തന്നെ, മുസ്ലിം സ്ത്രീയുടെ വേഷത്തിൽ തന്നെ ചില അങ്ങേയറ്റം ഒരു തീവ്രമായ ഒരു ലൈനിലേക്ക് പോകുന്ന അവസ്ഥയും ഇപ്പൊ നമ്മൾ കാണാം. ഇതിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഫോട്ടോകൾ വരുന്നത് മുഴുവനും കണ്ണു മാത്രം പുറത്ത് കാണിച്ചുകൊണ്ടുള്ള, അതാണ് ആ കുട്ടി അവിടെ ചെന്നത്, അതുകൊണ്ടാണ് അതിനെതിരെ എന്നുള്ള നിലയിൽ വരുന്ന ചർച്ചകളും വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും പഠിക്കണം.
കാണണം, മനസ്സിലാക്കണം, അറിയണം. വായിച്ചു വിട്ടാൽ പോരാ, കണ്ട് തീർന്നാൽ പോരാ. നമ്മളുടെ ബാധ്യത നിറവേറ്റണം. നമ്മൾ ജീവിക്കുന്നത് ഈ നാട്ടിലാണ്, ഈ സംസ്ഥാനത്താണ്. ഒരുപാട് പാരമ്പര്യമുള്ള നവോത്ഥാനത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട് എന്നുള്ള നിലയിൽ ഇതാർക്കും അങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ നമ്മളുടെ നിസ്സംഗതയോ നമ്മളുടെ മോശമായ നിലയിലുള്ള സമീപനങ്ങളോ വഴി ഒരുക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ, അതിന് ആ ഒരവസ്ഥയിലേക്ക് എത്താൻ നാം ഓരോരുത്തരും തയ്യാറാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ പിന്നെ നാളുകൾ അല്ലെങ്കിൽ കാലങ്ങൾ പിന്നിട്ട് വരുന്തോറും ഇങ്ങനെയുള്ള പലതും സംഭവിക്കും. ആ സന്ദർഭത്തിൽ പോലും ആദർശവും വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നീങ്ങുക. വിജയം അള്ളാഹു പ്രദാനം ചെയ്യും എന്നുള്ളതാണ് സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും അതിജയിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം, അവളുടെ ഐഡന്റിറ്റിയായി, അവൾക്ക് സുരക്ഷിതത്വമായി അള്ളാഹു നിശ്ചയിച്ചു തന്ന, പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്ന ആ വേഷം, അതാണ് മാതൃകയാക്കേണ്ടത്. നമ്മൾ സ്വന്തം കുടുംബത്തിൽ, നമ്മുടെ വീടകങ്ങളിൽ ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാതെ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ വേഷം നിർബന്ധമായും പറഞ്ഞിട്ടുള്ളത്. അവൾക്ക് ജോലിക്ക് പോകണം, അവൾക്ക് പഠിക്കാൻ പോകണം, അവൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ നിർബന്ധമായ ഒരവസ്ഥ പറഞ്ഞിട്ടുള്ള. വീടുകളിൽ ഭർത്താവിനോടൊപ്പവും മക്കളോടൊപ്പം ഒക്കെ ജീവിക്കുമ്പോൾ ഈ വേഷം ധരിച്ചുകൊണ്ട് നിൽക്കണമെന്നൊന്നും പറയുന്നില്ല, പുറത്തിറങ്ങുമ്പോഴാണ്. ഇവിടെ ഹിജാബ് എന്ന് പറയുമ്പോൾ വേറൊരു കാഴ്ചപ്പാടും കൂടിയുണ്ട്. അതായത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് ഹറാമാണ് ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം എന്ന ഒരു പ്രചാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൾ പള്ളിയിൽ പോയാലും, അവർ സ്കൂളിൽ പോയാലും, പഠിക്കാൻ പോയാലും, പഠിപ്പിക്കാൻ പോയാലും, ജോലിക്ക് പോയാലും, എന്തായാലും ശരി, അവൾ ഈ വേഷം തന്നെ പാലിക്കണം പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ. അതില്ലാത്ത ഒരവസ്ഥയിലെത്തിയാൽ അതിശക്തമായ താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. ആ താക്കീതിന്റെ വചനം മാത്രം സാന്ദർഭികമായി ഉണർത്തും. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹ. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാസന ആസ്വദിക്കാനുള്ള തൗഫീഖ് പോലും ഈ വേഷം ധരിക്കാത്ത മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഗൗരവമില്ലേന്ന് ആലോചിച്ചു നോക്ക്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ് ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹ എന്നതാണ് ആ വചനം. എന്ന് പറഞ്ഞാല് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ധരിച്ചിട്ടില്ല. ചാഞ്ചാടിയും കൊഞ്ചിക്കുഴഞ്ഞും തലമുടി ഇങ്ങനെ മേപ്പോട്ട് പിന്നെന്താണ് ഒട്ടകത്തിന്റെ പൂഞ്ഞ വെക്കും പോലെ മൂപ്പോട്ട് കെട്ടിവെച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ, വല്ലാത്ത പ്രയോഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ഒരു മുസ്ലിം, ഒരു വിശ്വാസിനിയായ സ്ത്രീ അവിടെ നിൽക്കണം. അവളുടെ വേഷത്തിൽ, അവളുടെ സമീപനത്തിൽ. അവൾക്ക് എവിടെയും പോകാം, ഏത് ജോലിയും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ വേഷം, നിശ്ചയിക്കപ്പെട്ട ഈ വേഷം അവൾ മാറ്റിവെച്ചുകൂടാ. അത് പറയുമ്പോൾ കറുത്ത പർദ്ദ തന്നെ ധരിക്കുക എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം മറഞ്ഞിരിക്കണം, മറച്ചേ തീരൂ. ആ മറയ്ക്കൽ തന്നെ ഒന്നും, ഒരു രൂപവും ഭാവവും ഒരാകാരവും പുറത്തേക്ക് കാണുന്ന നിലയിലുള്ള വേഷം പോലും ആകരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനാണത്? സുരക്ഷിതത്വത്തിന് വേണ്ടിയാ, ഇഹപര നേട്ടത്തിന് നന്മയ്ക്കും വേണ്ടിയാ. അവിടെ പ്രയോഗിച്ച പ്രയോഗം ഇതാണ്. അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കുകയില്ല.
അത് ആ ഒരവസ്ഥയിലേക്ക് എത്ര മുതിർന്നാലും ഇപ്പം പലപ്പോഴും കാണുന്ന ദുഃഖകരമായ ഒരവസ്ഥ, ചെറുപ്പം മുതലേ ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് ഏത് രംഗത്തും അവളെത്തി വിവാഹം കഴിച്ച് വിടുന്നതോടുകൂടി ആ ചെന്നു പോകുന്ന കുടുംബത്തിൽ ചിലപ്പോൾ ഇതിനൊന്നും അത്ര പ്രാമുഖ്യം ഉണ്ടാവുകയില്ല. എത്രയോ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം, സംശയിക്കേണ്ട ആരും, എണ്ണി എണ്ണി ഞാൻ പറഞ്ഞുതരാം. അങ്ങാട് പോയി കഴിഞ്ഞാൽ ആ ഇട്ട വേഷമൊന്നും പിന്നെ കാണൂല, പിന്നെ വേറൊരു കോലത്തിലാണ് നടക്കുന്നത്. ആ ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. അതാണ് ഞാൻ പറഞ്ഞത്, ഗൗരവമുള്ള കാര്യമാണ്. ഒരു മുസ്ലിം സ്ത്രീക്ക് അവളുടെ പരലോകത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതിൽ വലിയ പങ്ക് അവളുടെ വസ്ത്രധാരണത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വേണം, അത് പഠിക്കുന്നിടത്ത് ഇത് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നത്. അതുകൊണ്ടാ, അല്ലാതെ ആരെങ്കിലും വെക്കിട്ട് കയറാനോ ആർക്കെങ്കിലും എതിരെ ആരെങ്കിലും നീക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് നന്നാകണം, എങ്കിലേ കഴിയൂ. ആകട്ടെ, ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതും കൂടി ചേർത്ത് നമ്മൾ ഇതോടൊപ്പം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അത് ജീവിതത്തിൽ പകർത്തി കുറ്റമറ്റ ജീവിതം നയിച്ച് സന്തോഷപൂർവ്വം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസികളും വിശ്വാസിനികളുമായി തീരാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒന്ന് രണ്ട് പേരെ ഞാൻ അനുസ്മരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഒന്ന്, ഡോക്ടർ അബ്ദുള്ള ഉമർ നസീഫ്. അദ്ദേഹം ഈ ക്യാമ്പസ് സന്ദർശിക്കാൻ വന്നിട്ടുള്ള ആളാണ്. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു. വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം അടുത്ത ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിലൂടെ നമ്മുടെ ഈ കോംപ്ലക്സിലെ അനാഥശാലയ്ക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ആ നിലയിൽ വലിയ ഒരു ബന്ധം നമ്മുടെ ഈ സ്ഥാപനവുമായിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ അനുസ്മരിച്ചത്. മറ്റൊന്ന്, നമ്മുടെ ഈ അയൽപക്കത്തുള്ള രണ്ട് സഹോദരങ്ങൾ, ജ്യേഷ്ഠനും അനുജനും, 2-3 ദിവസത്തെ വ്യത്യാസത്തിന് മരണപ്പെടുകയും നമ്മളൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരുടെ പരലോക ജീവിതം വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്കും മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകാനുള്ള തൗഫീഖ് നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.